Good morning all. This മറന്നുപോയോ? മിസ് എടുത്തതൊക്കെ മറന്നുപോയോ? ഇല്ല. ഓക്കെ, മിസ് ഫാർമസി എന്നുള്ള ചാപ്റ്റർ ആണ് അല്ലെ എടുത്തോണ്ടിരുന്നത് അല്ലെ, സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഇൻട്രൊഡക്ഷൻ എടുത്തു അല്ലെ മിസ്? ബാക്കി എടുക്കാം അല്ലെ? നോക്കിയോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയില്ലേ എല്ലാവരും? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്ത് പറ്റി? നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു വരാണല്ലോ. ഫസ്റ്റ് ക്ലാസ്സിൽ ഇത്രേ ഉണ്ടായുള്ളോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി അല്ലെ. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നടക്കുന്നുണ്ട്? എന്തൊക്കെ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്? ഒരു ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ട്, ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി കൊണ്ട് അവര് ഡിമാൻഡ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റലിന് ഡിമാൻഡ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നുമില്ല. ഇതൊന്നും പറയാത്തെ. ഒരു ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ട് ഒരു ഹോസ്പിറ്റൽ ആർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞേ? മരുന്നുകള്, ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതാരാ? മെഡിസിൻസ്. ആ ഒരു മെഡിസിൻസുകൾ പർച്ചേസ് ചെയ്യുന്നതാരാ? ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഫാർമസി അല്ലേ? ആ പർച്ചേസ് ചെയ്ത മരുന്നുകള് റിസീവ് ചെയ്യുന്നതാരാ? സ്വീകരിക്കുന്നതാരാ? ഫാർമസി ആണ് അല്ലെ? അതിന്റെ ഇൻസ്പെക്ഷൻ നടത്തുന്നതാരാ? ഇൻസ്പെക്ഷൻ നടത്തുന്നത്, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്, സ്റ്റോറേജ് ചെയ്യുന്നത്, അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അത് കറക്റ്റ് ഡോസില് കറക്റ്റ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതാരാ? ഫാർമസി അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫാർമസി കൊണ്ട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ? പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മ പറഞ്ഞു മരുന്നുകള് പർച്ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു പർച്ചേസ് ചെയ്യുന്നത് ഇവര് സപ്ലയേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നോ ആയിരിക്കും അല്ലേ? അല്ലേ? അപ്പൊ നമുക്കറിയാം മാർക്കറ്റില്, നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും സപ്ലയേഴ്സും ഉണ്ടാവുമല്ലോ. ഉണ്ടാവോ? അപ്പൊ അവര് ആ ഒരു സപ്ലയേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു തിരഞ്ഞെടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കണം? ട്രസ്റ്റ് വർത്തി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സ് ആയിരിക്കണം അല്ലെ? വിശ്വാസയോഗ്യരായിരിക്കണം അല്ലെ? നല്ല ക്വാളിറ്റി ഉള്ള, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരാവണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഫാർമസിയാണ് അല്ലെ? നോക്കാം നമുക്ക് അല്ലെ, ഓരോന്നോരോന്നായിട്ട് നോക്കാം.
ഫസ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി, ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. എന്താണ് നമ്മുടെ ഫാർമസി കൊണ്ട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. ഫസ്റ്റ് എന്താണ് പ്രൊവിഷനിങ്. പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാല് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. എന്താണ് പ്രൊവൈഡിങ് ഓർ സപ്ലൈയിങ് മെഡിക്കേഷൻ ആൻഡ് റിലേറ്റഡ് സർവീസുകൾ. നമുക്ക് മരുന്നുകൾ മാത്രമാണ് ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്നത്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസുകൾ ലഭിക്കുന്ന ഓയിൻമെന്റ്സുകള് അല്ലെ, ഷാംപൂസ്, ലോഷൻസ്, അങ്ങനെ അതുമായി റിലേറ്റ് ചെയ്ത സാധനങ്ങൾ നമുക്ക് ഫാർമസിയിൽ നിന്ന് കിട്ടുന്നില്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ medications and related services to patient and their safe and effective use അല്ലെ. അതെന്ത് സേഫ് ആയിട്ടും സുരക്ഷിതത്വത്തോടു കൂടിയിട്ടും നമ്മുടെ എഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായിട്ടും ആ ഒരു കറക്റ്റ് ഡോസേജിൽ കറക്റ്റ് മെഡിസിൻസ് എന്താണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാർമസിയാണ് അല്ലെ. മെഡിക്കേഷൻസും മരുന്നുകളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതർ സർവീസുകളും ശരിയായ രീതിയിൽ, ശരിയായ അളവില്, ശരിയായ മരുന്നുകള് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാർമസിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അത് നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ 1-2 മരുന്നുകളാണ് ആവശ്യമായി വരുന്നത് അല്ല അല്ലെ. ഇപ്പൊ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ഹോസ്പിറ്റലില് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് അല്ലെ. ഉണ്ടോ? ഉണ്ട്. അപ്പൊ അവിടത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകൾ ആവശ്യമായിട്ട് വരും അല്ലെ. പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ഓങ്കോളജി, ഗൈനക്, പീഡിയാട്രീഷ്യൻ, ഓർത്തോ അല്ലെ, കാർഡിയോളജി അല്ലെ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പർച്ചേസ് ചെയ്യേണ്ടേ ഫാർമസിയിലേക്ക്? വേണ്ടേ? ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമുള്ള മരുന്നുകൾ മേടിച്ചാൽ മതിയോ? പോരാ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മരുന്നുകള് പർച്ചേസ് ചെയ്യുന്നതും ഇവര് പർച്ചേസ് ചെയ്ത മരുന്നുകള്, ഓർഡർ കൊടുത്ത മരുന്നുകള് റിസീവ് ചെയ്യുന്നതും അല്ലെ, അവര് സ്വീകരിക്കുന്നതും ആ കൊണ്ടുവന്ന മരുന്നുകള്, അവര് സ്വീകരിച്ച മരുന്നുകള് ഇൻസ്പെക്ഷൻ നടത്തണം അല്ലെ. അവര് കൊടുത്ത ഓർഡറിന്റെ അളവില് മരുന്നുകൾ വന്നിട്ടുണ്ടോ അല്ലെ, സെയിം മരുന്നുകൾ തന്നെയാണോ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ നടത്തണ്ടേ. എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്പെക്ഷൻ നടത്തുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ക്വാളിറ്റി, റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് അവർ ക്വാളിറ്റി ടെസ്റ്റ് നടത്തണം അല്ലെ. കൊണ്ടുവന്ന മരുന്നുകള് ഫേക്ക് മരുന്നുകളാണോ, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മരുന്നുകളാണോ, അത് കഴിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിന് എന്തെങ്കിലും റിയാക്ഷൻസ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്തുന്നതാണോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി ടെസ്റ്റ്, ഗുണനിലവാര ടെസ്റ്റുകൾ നടത്തുന്നത്, അത് ശരിയായ രീതിയിൽ സ്റ്റോറേജ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ ഫാർമസിയില് പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ട് അല്ലെ. ജനറൽ മെഡിസിൻസ് ഉണ്ട്, പിന്നെ എന്താണ് നർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്യണ്ടേ. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ എങ്ങനെയാണ്? റെഫ്രിജറേറ്ററിലൊക്കെ ആയിരിക്കണം അല്ലെ സൂക്ഷിക്കേണ്ടത്. വാക്സിനുകള്, സെറം അല്ലെ. അപ്പൊ എന്താണ്? ഓരോ മരുന്നുകളും അതിനുചിതമായ രീതിയിൽ അല്ലെ, അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോറേജ് ചെയ്യുക. കൂടാതെ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ നടത്തണ്ടേ വാർഡുകളിലേക്ക്, ഔട്ട് പേഷ്യന്റിന് അല്ലെ. മാനുഫാക്ചറിങ് ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ സപ്ലയേഴ്സിന് കൊടുക്കണം അല്ലെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത് നമ്മുടെ ഫാർമസിയാണ്. ഓക്കെ ആണോ? അത് നെക്സ്റ്റ് പറയുന്നത് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ് അല്ലെ. എന്താണ്? വിശ്വാസയോഗ്യരായിട്ടുള്ള വിതരണക്കാരെ സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള് പർച്ചേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്ലയേഴ്സിനെ, വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഫാർമസിയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, പ്രിസ്ക്രൈബ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് ദി നീഡഡ് മെഡിസിൻ അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനുകളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. നമ്മ പറഞ്ഞു ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് പലതരത്തിലുള്ള മരുന്നുകൾ ആവശ്യമാണ് അല്ലെ. പല പേഷ്യൻസ് പല അസുഖങ്ങളായിട്ട് വരുന്നവരാണ് അല്ലെ. അപ്പൊ ആ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ വേണ്ടേ ഫാർമസിയില? വേണ്ടേ? വേണം അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള നീഡഡ് ആയിട്ടുള്ള മെഡിസിനുകൾ
എന്താണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതും ആരാണ്? ഫാർമസിയാണ് അല്ലെ. ഈ ഒരു ഹോസ്പിറ്റലിന് ആ ഒരു ഫാർമസിയുടെ ആ ഒരു ഹോസ്പിറ്റലിന് ഏതൊക്കെ മെഡിസിൻസ് ആവശ്യമായിട്ട് വരും, അത് എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമായിട്ട് വരും എന്നുള്ള എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നത് ഫാർമസിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഓക്കെ, കീപ്പിംഗ് ഇൻഫോർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ അല്ലെ. എന്താണ്? പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാർമസി. എന്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ്? മെഡിസിനുകളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസുകളെ കുറിച്ച് അല്ലെ. അപ്പൊ അതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ്? ക്വാളിറ്റി അല്ലെ, ഓരോ മരുന്നുകളുടെയും ഗുണനിലവാരം എന്താണ്, അതിന്റെ കോസ്റ്റ് എന്താണ് അല്ലെ, ആ മരുന്ന് ഏത് സപ്ലയേഴ്സ് ആണ് അവർക്ക് വിതരണം ചെയ്യുന്നത്, ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും റിയാക്ഷൻസ്, നമുക്കറിയാം ആന്റിബയോട്ടിക്സ് അതല്ലെങ്കിൽ ചില പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ വരാം അല്ലെ, വൊമിറ്റിങ് വരാം, ചിലർക്ക് വലിയ രീതിയിലുള്ള വയറുവേദന വരാം, അല്ലെങ്കിൽ അലർജി പ്രോബ്ലംസ് വരാം അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് മേലൊക്കെ പൊന്താം അല്ലെ, പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഇൻഫോർമേഷൻസ് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഫാർമസിയാണ്. ഓക്കെയാണോ? ഓരോ മരുന്നുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് സൂക്ഷിക്കുക അല്ലെ, വിവരങ്ങൾ സൂക്ഷിക്കുക. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ്? ആ ഒരു മരുന്നിന്റെ ക്വാളിറ്റി അല്ലെ. നമുക്കറിയാം ഒരു മരുന്നല്ല ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ളത്, ഒരുപാട് മരുന്നുകൾ ഉണ്ട് അല്ലെ. ഓരോ മരുന്നുകളുടെയും ക്വാളിറ്റിയെ കുറിച്ച്, അതിന്റെ കോസ്റ്റിനെ കുറിച്ച്, ഏത് സപ്ലയേഴ്സ് ആണ് ആ മരുന്നുകൾ അവിടെ വിതരണം ചെയ്യുന്നത്, ആ ഒരു മരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ സൂക്ഷിക്കുക. നെക്സ്റ്റ് എന്താണ്? ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ് അല്ലെ. അവര് വാങ്ങുന്ന, പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്നതായിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ക്വാളിറ്റി കൺട്രോൾ, ഗുണനിലവാര നിയന്ത്രണങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ ഫാർമസി ആണ് അല്ലെ. നമുക്ക് എന്ത് വേണം? മരുന്നുകള് ക്വാളിറ്റിയിൽ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റോ? ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റോ? ക്വാളിറ്റിയില കുറയ്ക്കാൻ പറ്റോ? ക്വാളിറ്റി കുറയ്ക്കാൻ പറ്റോ? ഇല്ല അല്ലെ. ആ ഒരു കറക്റ്റ് ലെവലിൽ നമുക്ക് ക്വാളിറ്റി വേണം അല്ലെ, കൺട്രോൾ ചെയ്യണം അല്ലെ. അപ്പൊ ആ ഒരു കൺട്രോള് നിലനിർത്തേണ്ടത് ആരാണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയാണ്. നെക്സ്റ്റ് പറയുന്നത് അത് അവർ മാനുഫാക്ചറിങ് ചെയ്യുന്നതായിക്കോട്ടെ, അവർ നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതായിക്കോട്ടെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ദി വാർഡ് അല്ലെ. എന്താണ്? നമ്മ പറഞ്ഞു വാർഡുകളിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യണ്ടേ. ഹോസ്പിറ്റൽ വാർഡുകളിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് മരുന്നുകൾ എത്തിച്ചു കൊടുക്കണം അല്ലെ. വിതരണം ചെയ്യണോ? അവര് പുറത്തുനിന്ന് പോയി വാങ്ങോ? വാർഡിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസ് പുറത്തുനിന്ന് പോയി മരുന്നുകൾ ഇല്ല, നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ തന്നെയാണ് അല്ലെ മരുന്നുകൾ വാങ്ങുന്നത്. അപ്പൊ ആ ഒരു വാർഡിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതേപോലെ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ് അല്ലെ. മെഡിക്കാമെന്റ്സ് എന്ന് പറഞ്ഞാലും മരുന്നുകളും അതുമായി റിലേറ്റ് ചെയ്ത സർവീസുകളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഔട്ട് പേഷ്യന്റ് അല്ലെ, ഒപിയില് വരുന്ന പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മെഡിക്കാമെന്റ്സുകളും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിലെ മരുന്നുകളെ കുറിച്ചുള്ള, ഡ്രഗ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്നതുള്ള ഒരു സോഴ്സ് ആയിട്ടും ഒരു കേന്ദ്രമായിട്ടും നമ്മുടെ ഫാർമസി സ്ഥിതി ചെയ്യുന്നു അല്ലെ. നമുക്ക് മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിസർച്ച് പബ്ലിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ക്ലിനിക്കൽ റിസർച്ച് സ്റ്റഡീസ് നടക്കുന്നത് എവിടെയാണ്? ക്ലിനിക്കൽ ഗൈഡ് ലൈൻ, മരുന്നുകളെ കുറിച്ചുള്ള ക്ലിനിക്കൽ ഗൈഡ് ലൈൻ, മാർഗനിർദ്ദേശങ്ങൾ. ഓരോ മരുന്നുകളും ഏതൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാം, അത് എത്ര ഡോസിന് ഉപയോഗിക്കാം എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, ഫാർമസിയിൽ നിന്നാണോ? ആണോ? ആണല്ലേ അല്ലേ, ഫാർമസിയിൽ നിന്നല്ലേ. നമ്മ പറഞ്ഞു റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട പബ്ലിക്കേഷൻസ് ഒക്കെ തയ്യാറാക്കുന്നത് ഫാർമസിയുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് അല്ലേ. മരുന്നുകളെ കുറിച്ചുള്ള റിസർച്ചുകൾ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുക, പബ്ലിക്കേഷൻസ്, നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാർമസിയുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പൊ
ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ആയിരുന്നു. ഹോസ്പിറ്റലിലെ മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടും ഫാർമസി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ് അല്ലെ. എന്താണ്? നമ്മുടെ ഫാർമസിയിൽ മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ച്, യൂട്ടിലൈസേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പറയുന്നത് ആരാ? സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാ? ഫാർമസിയാണോ? ഏതൊക്കെ മരുന്നുകള് ഏത് അസുഖത്തിനാണ് കഴിക്കുന്നത്, അത് ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് ആരാ? ഫാർമസി അല്ലേ. ഇപ്പൊ നമ്മ ഒരു ഔട്ട് പേഷ്യന്റ് ആണ്, നമ്മ ഒപിയിൽ ചെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മരുന്നുകൾ വാങ്ങാൻ ചെന്നാൽ അതിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത് ആരാ? ഫാർമസി അല്ലേ. അപ്പൊ എന്താണ്? ഡ്രഗ് സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ് അല്ലെ. നമ്മുടെ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസിന്റെ ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതും ഫാർമസിയാണ്. കൂടാതെ എന്താണ്? നമ്മ മരുന്നുകൾ വാങ്ങുന്ന മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യുന്നു പറഞ്ഞല്ലോ ഹോസ്പിറ്റലില് ഇല്ലേ, പറഞ്ഞു. അപ്പൊ ആ വാങ്ങുന്ന അവര് മാനുഫാക്ചറിങ് ചെയ്യുന്ന മരുന്നുകൾ അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? മാർക്കറ്റിംഗ് നടത്തണം അല്ലേ, വേണ്ടേ? മാർക്കറ്റിംഗ് നടത്തണ്ടേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അവര് മാനുഫാക്ചറിങ് ചെയ്യുന്ന മരുന്നുകൾ എന്തൊക്കെ രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, അവരതെന്തുണ്ട് പുറത്തൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. മാർക്കറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അത് എത്ര ക്വാണ്ടിറ്റിയിൽ അവര് പുറത്ത് സെയിൽ ചെയ്യുന്നുണ്ട് അല്ലെ, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസിൽ ഉൾക്കൊള്ളുന്നു. നെക്സ്റ്റ് പറയുന്നത് ബ്രിങ് ഇൻ പ്രാക്ടീസ് ആണ് കേട്ടോ, ഈസ് ഇല്ല കേട്ടോ. ബ്രിങ് ഇൻ പ്രാക്ടീസ് റെക്കമെൻഡേഷൻ ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നമ്മുടെ തെറാപ്യൂട്ടിക് കമ്മിറ്റിയും ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നത് എവിടെയാണ്? ഫാർമസിയിലാണ് അല്ലെ. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് രൂപീകരിക്കുന്ന ഒരു കുറച്ച് ഓതറൈസ്ഡ് പേഴ്സണെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അപ്പൊ ഈ ഒരു ഫാർമസിയിലെ മരുന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് എത്രയാണ്, അത് പ്രൊവൈഡ് ചെയ്യുക, ഒരു ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസിഷൻ എടുക്കുന്നത് ഈ ഒരു കമ്മിറ്റി ആയിരിക്കും. അപ്പൊ ആ ഒരു കമ്മിറ്റി കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നത് ഫാർമസിയിലാണ്. ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഒക്കെ പഠിച്ചോ? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ പഠിച്ചോ? അപ്പൊ അതിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചു അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചു അല്ലെ. ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, അതിലൊരു കമ്മിറ്റി പഠിച്ചു അല്ലെ. അതേപോലെ എന്താണ്? നമ്മുടെ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, അതിനെ ഒരു മോണിറ്റർ ചെയ്യാനും അതിന് കൺട്രോൾ ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, അതിനുവേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അപ്പൊ അവരെടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നത് ഫാർമസിയിലാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പേഷ്യന്റ് കൗൺസിലിംഗ് അല്ലെ. പേഷ്യന്റിന് കൗൺസിലിംഗ് കൊടുക്കുക. എന്തിനെ കുറിച്ചാണ് പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുന്നത്? മരുന്നുകളെ കുറിച്ച്, മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ച് അല്ലെ. ചില പേഷ്യൻസിന് ഇപ്പൊ ഷുഗർ പേഷ്യന്റ് ഒരു എക്സാമ്പിൾ പോലെയാണെങ്കിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചിട്ട് അവർക്ക് ആ ഒരു ഷുഗർ ലെവല് താഴ്ത്താൻ സാധിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഇൻസുലിൻ ഒക്കെ ഡോക്ടർ പ്രിഫർ ചെയ്യും അല്ലെ. ഇൻസുലിൻ ഒക്കെ പറയുമല്ലോ, പറയും. അപ്പൊ ആ ഒരു ഇൻസുലിൻ ഒക്കെ എടുക്കാനായിട്ട് പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ടെൻഷൻ ഉണ്ടാവും അല്ലേ. പെട്ടെന്ന് അവർക്ക് ടെൻഷൻ വരുമല്ലോ ഇല്ലേ. അപ്പൊ എന്ത് പറയണം? അതിനെ കുറിച്ച് അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണ്ടേ? ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാല് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ, നമുക്ക് ശരിയായ രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ എന്താണ്? പേഷ്യന്റിനെ ആ ഒരു മരുന്നുകളുടെ മെഡിസിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സർവീസുകളെ കുറിച്ചുമുള്ള ഒരു കൗൺസിലിംഗ് നൽകുന്നതും നമ്മുടെ ഫാർമസിയാണ്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് പറയുന്നത് കീപ്പ് ലൈസൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്. എന്താണ്, നമ്മുടെ പേഷ്യന്റുമായിട്ടും മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും നഴ്സിംഗുമായിട്ടും ഒരു റിലേഷൻ നിലനിർത്തുക, അല്ലെ, കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. അത് നമ്മുടെ ഫാർമസിയുടെ പ്രവർത്തനമാണ്, അല്ലെ. വേണ്ടേ? ഡോക്ടറുമായിട്ട്, നഴ്സുമായിട്ട്, പേഷ്യൻസുമായിട്ടും ഒരു റിലേഷൻ വേണ്ടി ഫാർമസിക്ക്. അപ്പൊ ഈ ഒരു നമ്മുടെ മെഡിക്കൽ സ്റ്റാഫ്, ഡോക്ടർ, അങ്ങനെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ടും പേഷ്യന്റുമായിട്ടും ഒരു റിലേഷൻ കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. വീണ്ടും കുറച്ച് റിപ്പീറ്റേഷൻ ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി, അല്ലെ. ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, അല്ലെ. അപ്പൊ നോക്കിയേ, ടു മേക്ക് ഷുവർ ദാറ്റ് അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് ഡോസ് അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്, അല്ലെ. എങ്ങനെയായിരിക്കണം നമുക്ക് മരുന്നുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകേണ്ടത്? ശരിയായ മരുന്നുകൾ കിട്ടണം, അല്ലെ. റൈറ്റ് മെഡിക്കേഷൻസ് കിട്ടണം, വേണ്ടേ? അതെങ്ങനെ കിട്ടണം? റൈറ്റ് ടൈമിൽ കിട്ടണം, അല്ലെ. ശരിയായ സമയത്ത് കിട്ടണം, അല്ലെ. ഒരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വൈകി കഴിഞ്ഞ കാര്യമുണ്ടോ? ചില സിറ്റുവേഷനിൽ പറയാറുണ്ട്, അല്ലെ, ആ ഒരു മരുന്ന് കറക്റ്റ് സമയത്ത് അവർക്ക് കൊടുക്കാൻ സാധിച്ചെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു, അല്ലെ. ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിന് അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ടെക്സ്റ്റ് ഉണ്ടോ? ഉണ്ടോ? അപ്പൊ എങ്ങനെ കൊടുക്കണം അവർക്ക്? റൈറ്റ് ടൈമില്, ശരി, ആ മരുന്ന് ആവശ്യമായിട്ടുള്ള ആ ഒരു റൈറ്റ് ടൈമിൽ കൊടുക്കണം. പിന്നെ എങ്ങനെ കൊടുക്കണം? റൈറ്റ് ഡോസിൽ കൊടുക്കണം, അല്ലെ. ഇപ്പൊ നമ്മ കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ, കുട്ടികൾക്കാണെങ്കിൽ പാരസെറ്റമോൾ ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? 250 ആണ്, അല്ലെ. ആണോ? 250 പാരസെറ്റാമോൾ 250 ആയിരിക്കും കൊടുക്കുന്നത്. കുറച്ചും കൂടി മുതിർന്നവള്, നമ്മളൊക്കെ എത്രയാണ് കഴിക്കുന്നത്? പാരസെറ്റാമോൾ 500, 650 ഒക്കെയാണ്, അല്ലെ, കഴിക്കുന്നത്, അല്ലെ. 650, 500 ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ ആ ഒരു ഡോസിൽ വ്യത്യാസങ്ങൾ. കൊച്ചിന് 250 കൊടുക്കേണ്ടടുത്ത് 500 കൊടുക്കാൻ പാടുണ്ടോ? ആ ഒരു ഡോസ് കൂടുതൽ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല, അല്ലെ. അപ്പൊ എന്ത് വേണം? കറക്റ്റ് ഡോസില്, റൈറ്റ് ഡോസില് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. നമുക്ക് പുറത്തു നിന്ന് കിട്ടുന്നതിലും 10 രൂപ അല്ലെങ്കിൽ 15 രൂപ അല്ലെങ്കിൽ 5 രൂപ കൂടുതലിന് കൊടുക്കാൻ പാടുണ്ടോ? മിനിമം പോസിബിൾ കോസ്റ്റിന് കൊടുക്കണം, അല്ലെ. അപ്പൊ എന്താണ് മിനിമം പോസിബിൾ? എന്താണ് അവർക്ക് പോസിബിൾ ആയിട്ടുള്ള, നമ്മുടെ പേഷ്യൻസിന് പോസിബിൾ ആയിട്ടുള്ള ഒരു വിലയ്ക്ക് എന്താണ് ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസിൽ അവർക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽസ്, അല്ലെ. എങ്ങനെയായിരിക്കണം ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങള്? ഒരു പ്രൊഫഷണലൈസ്ഡ് ഓപ്പറേഷൻ ആയിരിക്കണം, അല്ലെ, പ്രവർത്തനങ്ങളായിരിക്കണ്ടേ. ഇപ്പൊ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമായിരിക്കണം, അല്ലെ, മരുന്നുകൾ വിതരണം ചെയ്യേണ്ടത്, ആണോ? പിന്നെ പുറത്ത് നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലെ ചെക്കപ്പ് ചെയ്യാതെ പുറത്ത് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് പുറത്തു നിന്ന് വരുന്ന ആളുകൾക്ക് മരുന്നുകൾ കൊടുക്കാറുണ്ടോ? ഹോസ്പിറ്റൽ ഫാർമസിന്ന് കൊടുക്കാറുണ്ടോ? ഇല്ല, അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങള് ഒരു പ്രൊഫഷണലൈസ്ഡ് രീതിയിലായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടു ആക്ട് ആസ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നേരത്തെ പഠിച്ചു, അല്ലെ, ഫങ്ഷൻസിൽ പഠിച്ചു. എന്താണ്? കൗൺസിലിംഗ് ആണ്, അല്ലെ. പേഷ്യന്റ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് എന്ന് പഠിച്ചു, അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, ഇതില് പേഷ്യന്റ് കൗൺസിലിംഗ് മാത്രമല്ല കേട്ടോ. ടു ആക്ട് ആസ്
കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഫാർമസി കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. എന്തിനുള്ള കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്? ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് അല്ലെ, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകൾക്കുള്ള എന്താണ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ സ്റ്റാഫ്, nurses and for patients on the use of drugs, possible after effects, toxicity, hostile effect, drug interaction. എന്താണ്? നമ്മുടെ മരുന്നുകളുടെ ഉപയോഗ സ്റ്റാഫുകൾക്കും നഴ്സുമാർക്കും മെഡിക്കൽ സ്റ്റാഫുകൾക്കും എന്ത് കൊടുക്കുക? കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മുടെ ഫാർമസി പ്രവർത്തിക്കുന്നു. എന്തിനുള്ള കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത്? ഓൺ ദ യൂസ് ഓഫ് ഡ്രഗ്സ് അല്ലെ, മരുന്നുകള് എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്താണ് അല്ലെ. ഇപ്പൊ നമ്മ മരുന്നുകൾ കുറച്ച് നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്ട്സ് വരാറുണ്ടോ? സൈഡ് എഫക്റ്റുകൾ വരാറില്ലേ? പറയാറില്ല ചിലര്, ഇന്ന മരുന്ന് തുടർച്ചയായി കഴിച്ചത് കൊണ്ടാണ് ലിവർ ഫെയിലിയർ വരുന്നത് അല്ലെ, കേട്ടിട്ടില്ലേ? അപ്പൊ എന്താണ് ആ ഒരു മരുന്നിന്റെ ആഫ്റ്റർ ഇഫക്ട്സുകൾ എന്താണ്? കൂടാതെ ടോക്സിസിറ്റിയില് അതിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം, അതായത് കെമിക്കൽസ് എന്തൊക്കെയാണ് അല്ലെ, ടോക്സിസിറ്റി എന്താണ്? പിന്നെ എന്താണ്, ചില മരുന്നുകൾ നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇന്ററാക്ഷൻസ്, അത് രണ്ടും തമ്മിൽ കഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അല്ലെ. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിളിൽ കൂടി പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് പ്രായമായവര് പറയാറുണ്ട്, എന്താണ്, നമ്മുടെ തൈരും മുട്ടയും കൂടി ഒരുമിച്ച് കഴിക്കാൻ പാടില്ല അല്ലെ, എഗ്ഗും കൂടി ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. കേട്ടിട്ടുണ്ടോ അത്? അല്ലെങ്കിൽ ഇറച്ചിയും തൈരും കൂടി അല്ലെ, ചിക്കനും തൈരും കൂടി ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. കേട്ടിട്ടില്ല? അപ്പൊ അത് ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന പറയുന്നത്. വിരുദ്ധാഹാരങ്ങൾ നേരിട്ടുണ്ടോ? വിരുദ്ധാഹാരങ്ങൾ നേരിട്ടുണ്ടോ? ഉണ്ട് അല്ലെ. എന്താണ്, ആ രണ്ട് ഫുഡുകൾ നമ്മൾ ഒരുമിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അതേപോലെ എന്താണ്, രണ്ട് മരുന്നുകൾ നമ്മൾ ഒരേ സമയത്ത് അറ്റ് എ ടൈം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ള മരുന്നുകളെ കുറിച്ചൊക്കെയുള്ള കൗൺസിലിംഗ് നമ്മുടെ മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സിനും പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ ആണോ? മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ച്, ഓരോ മരുന്നുകളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ കുറിച്ച്, അതിന്റെ കെമിക്കൽസ്, ടോക്സിസിറ്റിയെ കുറിച്ച്, കൂടാതെ എന്താണ് നമ്മൾ രണ്ട് മരുന്നുകൾ, ഏതെങ്കിലും രണ്ട് മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്താണ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ, വിരുദ്ധമായിട്ടുള്ള മരുന്നുകൾ, ഒരുമിച്ച് ഉപയോഗിക്കാൻ എതിർപ്പുള്ള മരുന്നുകൾ. അപ്പൊ ആ രണ്ട് മരുന്നുകളും നമ്മൾ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ മെഡിക്കൽ സ്റ്റാഫിനും നഴ്സിനും നമ്മുടെ പേഷ്യൻസിനും ഒരു കൗൺസിലിംഗ് കൊടുക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് തന്നെയാണ് പറയുന്നത്. എന്താണ്? ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ അല്ലെ. എന്താണ് ഡ്രഗ് യൂട്ടിലൈസേഷൻ? ഡ്രഗിന്റെ ഉപയോഗത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, വിവരങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രമായിട്ടും നമ്മുടെ ഫാർമസി പ്രവർത്തിക്കുന്നു അല്ലെ. നമ്മൾക്ക് മരുന്നുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു തരുന്നത് ആരാ? ഫാർമസിയിൽ നിന്നല്ലേ. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ്, ഡ്രഗ് ഉപയോഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രമായിട്ടും നമ്മുടെ ഫാർമസി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രൊജക്ട് അല്ലെ. നമ്മൾ പറഞ്ഞു ഫാർമസിയിൽ ചില ഹോസ്പിറ്റലില് മാനുഫാക്ചറിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം? റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യണ്ടേ? റിസർച്ചുകൾ ചെയ്തതിനു ശേഷമല്ലേ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതും മരുന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്നതും. അപ്പൊ ആ ഒരു റിസർച്ച് പ്രൊജക്റ്റുകളുടെ ഭാഗമാകുന്നതും നമ്മുടെ ഫാർമസി ഭാഗമാകുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്
to bring into practice this decision of the pharmacy and therapeutic committee. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ, ഡിസിഷൻസുകള് പ്രാവർത്തികമാക്കുന്നതും നമ്മുടെ ഫാർമസിയിലാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഹോസ്പിറ്റൽ. എന്താണ് നമുക്ക് ഫാർമസിയുടെ പ്രവർത്തനം നമുക്ക് ഇൻപേഷ്യന്റില് അതല്ലെങ്കിൽ ഐപിയില് മാത്രം മതിയോ, ഒപിയില് മാത്രം മതിയോ പോരാ അല്ലെ. അവിടെ എന്താണ് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കിട്ടണം, പിന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ കിട്ടണം, ICUല് കിട്ടണം അല്ലെ. ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഫാർമസിയുടെ പ്രവർത്തനം വേണ്ടേ, സഹകരണം വേണ്ടേ, കോപ്പറേഷൻ വേണ്ടേ. അവിടുത്തെ പ്രവർത്തനങ്ങള് ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ഫാർമസിയുടെയും കൂടി ഒരു കോപ്പറേഷൻ വേണം അല്ലെ. അപ്പൊ എന്താണ് ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കോർഡിനേഷനും ഒരു കോപ്പറേഷനും കൊണ്ടുവരിക അല്ലെ. എന്നാ മാത്രമല്ലേ നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനം ശരിയായ രീതിയിൽ വരുള്ളൂ, എഫിഷ്യന്റ് ആയ രീതിയിൽ വരുള്ളൂ, എഫക്റ്റീവായ രീതിയിൽ വരുള്ളൂ അല്ലേ. ഫാർമസിയുടെ കോപ്പറേഷൻ ഇല്ലാതെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ വരുമോ? ആക്സിഡന്റ് ഇല്ല. അപ്പൊ എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്താണ് നമ്മുടെ ഫാർമസിയുടെ ഒരു കോപ്പറേഷനും ഒരു കോർഡിനേഷനും കൊണ്ടുവരിക. നെക്സ്റ്റ് പറയുന്നത് ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയർ ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് പോളിസീസ് ഓഫ് ദി ഹോസ്പിറ്റൽ. നമ്മ വാർഡ് പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, വാർഡിലെ പോളിസികളും പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന്. അവിടുത്തെ ടൈമിങ്ങിനെ കുറിച്ച്, അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവിടുത്തെ സ്റ്റാഫിങ്ങിന്റെ ഡ്യൂട്ടിയെ കുറിച്ച് അല്ലെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പഠിച്ചു. അതേപോലെ എന്താണ് നമ്മുടെ ഫാർമസിക്കുണ്ട് പോളിസികളും പ്രൊസീജിയേഴ്സും. അത് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ പോളിസിനോട് നമ്മുടെ ഹോസ്പിറ്റൽ പോളിസികൾ അനുബന്ധത്തിലായിരിക്കണം, അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണം നമ്മുടെ ഫാർമസിയുടെ പോളിസികളും പ്രൊസീജിയേഴ്സും രൂപകൽപ്പന ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും അത് ഫുൾഫില്ല് ചെയ്യാനും. ഓക്കെയാണോ? നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പോളിസിനോട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ, അതുമായി ഒരു കോപ്പറേഷൻ ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഫാർമസിയിലെ പോളിസികള് രൂപകൽപ്പന ചെയ്യുന്നതെങ്കിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റോ? ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റോ? ഇല്ല അല്ലെ, ഇല്ല, പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഹോസ്പിറ്റലിന്റെ നയങ്ങളോട് അനുസൃതമായിട്ട് വേണം നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ പോളിസികളും നയങ്ങളും നടപടിക്രമങ്ങളും രൂപകൽപ്പന ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാനും. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. നിങ്ങൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ആന്തരിക ഘടന അല്ലെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അവിടുത്തെ കൺസ്ട്രക്ഷൻസ് എന്താണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ? എവിടെയാണ് ഹോസ്പിറ്റൽ ഫാർമസി ലൊക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ, ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും അല്ലെ. അപ്പൊ നോക്കിയേ, ലൊക്കേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദി ഗ്രൗണ്ട് ഫ്ലോർ. ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ താഴത്തെ നിലയില് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാം നിലയിലായിരിക്കും. ഇപ്പൊ ചില ഹോസ്പിറ്റലില്, വലിയ വലിയ ഹോസ്പിറ്റലില് മിക്ക ഫ്ലോറിലും ഫാർമസി കാണുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്?
അപ്പൊ എന്താണ് നമുക്കറിയാം ഓരോ വർഷം ചെല്ലുന്തോറും അല്ലെങ്കിൽ ഓരോ സമയം നമുക്ക് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഹോസ്പിറ്റലിലും അവിടുത്തെ ഫെസിലിറ്റീസും എല്ലാം. അപ്പൊ ചില ഹോസ്പിറ്റൽ ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ എന്താണ് ചിലപ്പോ ഓരോ ഫ്ലോറിലും ഫാർമസികൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ് ലൊക്കേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദി ഗ്രൗണ്ട് ഫ്ലോർ. നമ്മുടെ ഫാർമസി മിക്ക ഹോസ്പിറ്റലിലും നമ്മുടെ ഫാർമസി സ്ഥിതി ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ താഴത്തെ നിലയിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ നിലയിലോ ആയിരിക്കും. OP pharmacy should have a grand appearance and must have enough space patient who should wait for medicines. OPD waiting room should give a professional look. There should be educative posters on health and hygiene and literature for reading. നമ്മ ഹോസ്പിറ്റൽ ഫാർമസിയിൽ അവിടെ മുമ്പിൽ ഇരിക്കുമ്പോഴേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ കണ്ടിട്ടുണ്ടോ? കസേരകളൊക്കെ ഇട്ട് അല്ലെ, ചെയേഴ്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഏരിയയില്ലേ? അപ്പൊ എന്താണ് ഫസ്റ്റ് പറയുന്നത്? പിന്നെ എന്താണ് ഗ്രാൻഡ് അപ്പിയറൻസിലായിരിക്കും അല്ലെ, മരുന്നുകളൊക്കെ ശരിയായ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു കൗണ്ടർ ഉണ്ടാവും അല്ലെ, അവിടെ വിൻഡോ ഉണ്ടാവും അല്ലെ, പേയ്മെന്റ് എടുക്കുന്നതിനായിട്ട് എന്താണ് പേയ്മെന്റ് കൗണ്ടർ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ എന്താണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ട് അല്ലെ, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ OP ഫാർമസി എങ്ങനെയായിരിക്കും? ഒരു ഗ്രാൻഡ് അപ്പിയറൻസിലായിരിക്കും അല്ലെ, നല്ല ഒരു അപ്പിയറൻസോട് കൂടി ആയിരിക്കും. ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയില് മരുന്നുകൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിടാണ്, ഒരു അടുക്കും ചിട്ടയില്ല, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് നമുക്കൊരു തൃപ്തി തോന്നോ, സാറ്റിസ്ഫാക്ഷൻ തോന്നോ? അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല അല്ലെ. പക്ഷെ എന്താണ് ശരിക്കും എങ്ങനെയാ അപ്പൊ പറയുന്നത്? എന്താണ് നമ്മുടെ OP ഫാർമസി ഔട്ട്പേഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കും. കൂടാതെ നമ്മുടെ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും അല്ലെ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ എന്താണ് നമ്മുടെ വെയിറ്റിംഗ് റൂം പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കും അല്ലെ, നല്ല നീറ്റ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടല്ലേ കിടക്കുന്നത് വെയിറ്റിംഗ് ഏരിയ അല്ലെ. പിന്നെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? നമുക്ക് അവിടെ നേരം പോകുന്നതിന് വേണ്ടിയിട്ട് എന്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ഫാർമസിയുടെ അവിടെ TV ഉണ്ടായിരിക്കും, പോസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഹെൽത്ത് റിലേറ്റഡ് മാഗസീനുകള്, ന്യൂസ് പേപ്പേഴ്സ് അല്ലെ, എല്ലാം ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ ചിലപ്പോ കുറച്ചു നേരം അപ്പൊ എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് OPD വെയിറ്റിംഗ് റൂം ഷുഡ് ബി പ്രൊഫഷണൽ ലുക്ക്. നമ്മുടെ OPDയിലെ വെയിറ്റിംഗ് റൂം ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കും. കൂടാതെ എന്താണ് അവിടെ എന്താണ് എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ഓൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലെ, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചും ശുചിത്വത്തെ കുറിച്ചൊക്കെ പറയുന്ന എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ്, നമുക്ക് വായിക്കുന്നതിനുള്ള ലിറ്ററേച്ചേഴ്സ് അല്ലെ, ആരോഗ്യ മാസികകൾ, അങ്ങനെയുള്ള ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ OPD ഏരിയാസിൽ നമ്മുടെ ഫാർമസിയുടെ അവിടെ വെയിറ്റിംഗ് ഏരിയാസിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് suitable space must be given for regular manufacturing of stock solution, powders, ointments, etc. എന്താണ് നമുക്ക് ആവശ്യമായ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് സൊല്യൂഷൻ ഒക്കെ സൂക്ഷിക്കണം അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അതൊക്കെ മിക്സ് ചെയ്തിട്ടല്ലേ മരുന്നുകൾ തയ്യാറാക്കുന്നത് ആണോ? സ്റ്റോക്ക് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ, സോഡിയം ക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് സൊല്യൂഷൻസ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പൗഡേഴ്സ്, ഓയിൽമെന്റ്സുകൾ നമ്മൾ ഫാർമസിയിൽ കണ്ടിട്ടുണ്ടോ? മരുന്നുകൾ നമുക്ക് തരുന്ന ഈ ക്യാപ്സൂളുകൾ അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റ്സുകളുടെ ഒക്കെ അടുത്ത് ഓയിൽമെന്റുകളൊക്കെ അവർ സൂക്ഷിക്കാറുണ്ടോ? ഓയിൽമെന്റ്സുകള്, ഓയിലുകള് ഒക്കെ സൂക്ഷിക്കാറുണ്ടോ? സിറപ്പുകള് ഉണ്ടോ? ഈ അതിനൊക്കെ ഒരു പ്രത്യേക സെക്ഷൻ അല്ലേ, പ്രത്യേക ഏരിയാസിലല്ലേ സൂക്ഷിക്കുന്നത് അല്ലെ. ഓയിൽമെന്റ്സുകൾ ഒരു ഏരിയാസിലായിരിക്കും അല്ലെ. ടാബ്ലറ്റിന്റെ ഒക്കെ ഒപ്പം തന്നെ വെക്കാറുണ്ടോ? ടാബ്ലറ്റിന്റെ ആ ഒരു വലിപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലും വെക്കാറുണ്ടോ അവര്? ഇല്ല, അതൊരു മാറിയിട്ടായിരിക്കും അല്ലെ. സിറപ്പുകൾ ഒരു സെക്ഷനിലായിരിക്കും വെക്കുന്നത് അല്ലെ.
സിറപ്പുകൾ ഒരു സെക്ഷനിലായിരിക്കും വെക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ പൗഡേഴ്സ്, ഓയിൽമെന്റ്സുകള്, അതേപോലെ സ്റ്റോക്ക് സൊല്യൂഷൻസ് ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. കൂടാതെ എന്താണ് ആ ഒരു the manufacturing room should be near the pharmacy അല്ലെ. എന്താണ് നമ്മുടെ ഡ്രഗ്സുകൾ നിർമ്മിക്കുന്ന ആ ഒരു റൂം ആ ഒരു ഫാർമസിനോട് അടുത്ത് തന്നെ ആയിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്. ഓക്കെ ആണോ? പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഓഫീസ് ഓഫ് ദി ചീഫ് അല്ലെ. നമ്മുടെ ഫാർമസിയുടെ ചീഫിന് ആവശ്യമായിട്ടുള്ള ഓഫീസ് ഉണ്ടായിരിക്കും നമ്മുടെ ഫാർമസിയിൽ തന്നെ. പിന്നെ എന്താണ് പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയാസ് അല്ലെ. മരുന്നുകള് പാക്കിംഗ് ചെയ്യുന്നതിനും അത് ലേബൽ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. പിന്നെ കോൾഡ് സ്റ്റോറേജ് ഏരിയാസ് അല്ലെ. എന്താണ് നമ്മ പറഞ്ഞു ചില മരുന്നുകൾ നമ്മൾ റെഫ്രിജറേറ്റേഴ്സിലൊക്കെയാണ് അല്ലെ സൂക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു അങ്ങനെ സൂക്ഷിക്കുന്ന മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയാസ്, നമ്മുടെ റെഫ്രിജറേറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. പിന്നെന്താണ് റിസർച്ച് വിങ്ങുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഗവേഷണം നടക്കുന്ന ഗ്രൂപ്പ് ഉണ്ടായിരിക്കുമല്ലോ ഫാർമസിയില്, വേണ്ടേ? നമ്മ പറഞ്ഞു മരുന്നുകള് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതായത് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതുമായി ബന്ധപ്പെട്ട ടീം വേണം അല്ലെ. റിസർച്ച് ഒക്കെ നടത്താനുള്ള ഒരു ഗ്രൂപ്പ് വേണ്ടേ? ചീഫ് ഫാർമസിസ്റ്റും അല്ലെ കെമിസ്റ്റ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ടീം വേണ്ടേ? സയന്റിസ്റ്റ്, കെമിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ മരുന്നുകള് നിർമ്മിക്കുന്നതും അതിനെ കുറിച്ചൊക്കെ ഗവേഷണങ്ങൾ നടത്തുന്ന സയന്റിസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള കെമിസ്റ്റ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു റിസർച്ച് വിങ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ഫാർമസി സ്റ്റോർ റൂം അല്ലെ. ഫാർമസിയിൽ അവർ പർച്ചേസ് ചെയ്യുന്ന എല്ലാ മരുന്നുകളും അവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വെക്കോ? വിതരണം ചെയ്യാൻ വെക്കോ? ഇല്ല അല്ലെ. ഇപ്പൊ ഇല്ല, അവരെന്ത് ചെയ്യാ? സ്റ്റോർ ചെയ്യുമല്ലോ. കുറച്ച് മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്ത് വേണം? ഫാർമസി സ്റ്റോർ റൂം വേണം. അവര് സംഭരിച്ചു വെക്കുന്ന നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലാണ്ട് ബാക്കി അവർ സ്റ്റോർ ചെയ്യുന്ന മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ലൈബ്രറി അല്ലെ. നമ്മ പറഞ്ഞു ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് തരുന്ന ഡ്രഗ് ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു അല്ലെ. അപ്പൊ ലൈബ്രറി അല്ലെ, അവർക്ക് എന്തെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ബുക്സുകളൊക്കെ അടങ്ങുന്ന ഒരു ലൈബ്രറി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയാസ്. നമ്മുടെ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീമോതെറാപ്പി, റേഡിയേഷൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളില്ലേ? കേട്ടിട്ടുണ്ടോ? കീമോതെറാപ്പി, ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ നോർമൽ പേഴ്സൺസിന് എന്ത് ചെയ്യും? റേഡിയേഷൻ ഉണ്ടാക്കും അല്ലെ. സാധാരണ ഒരു നോർമൽ സ്ഥലത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാല് അത് ആളുകൾക്ക് റേഡിയേഷൻ ഉണ്ടാക്കില്ലേ? എല്ലാവരും എന്താണ് പ്രവർത്തിക്കുന്ന, എല്ലാവരും വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയാസിലാണ് ആ ഒരു റേഡിയോ ഐസോട്ടോപ്പുകൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് വിഘടനം സംഭവിച്ച് എന്തുണ്ടാക്കുന്നു? എല്ലാ ആളുകൾക്കും റേഡിയേഷൻ അടുപ്പിക്കും അല്ലെ. ആ ഒരു റേഡിയേഷൻ നമുക്ക് നോർമൽ പേഴ്സൺ അടിച്ചു കഴിഞ്ഞാൽ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുമല്ലോ, മോശമായ രീതിയിൽ എഫക്ട് ചെയ്യും അല്ലെ. നല്ലതാണോ റേഡിയേഷൻ അടിക്കുന്നത്? നല്ലതാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്യണ്ടേ? അങ്ങനെയൊന്നും റേഡിയേഷൻ ഒന്നും അടിക്കാത്ത രീതിയിൽ പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോറേജ് നടത്തണം അല്ലെ. അപ്പൊ നോക്കിയേ, റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ, അത് സ്റ്റോറേജ് ചെയ്യാനും അത് വിതരണം ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ഏരിയാസ് ഉണ്ടായിരിക്കണം. അൺസ്റ്റഡി ഫോം ഓഫ് കെമിക്കൽ എലമെന്റ് ദാറ്റ് റേസ് റേഡിയേഷൻ സിൻസ് ഇറ്റ്സ് ബ്രേക്സ് ഡൗൺ ആൻഡ് ബിക്കം മോർ സ്റ്റേബിൾ. എന്താണ്? നമ്മുടെ സ്ഥിരതയില്ലാത്ത മൂലകങ്ങള് വിഘടിച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് പുറപ്പെടുവിക്കുന്നു? റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്നു. സിൻസ് ഇറ്റ് ബ്രേക്സ് ഡൗൺ ആൻഡ് ബിക്കംസ്
മോർ സ്റ്റേബിൾസ് അല്ലെ, അത് വിഘടിച്ചിട്ട് അത് വീണ്ടും സ്ഥിരത കൈവരിക്കുകയും അതിൽ നിന്ന് റേഡിയേഷൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഇൻ മെഡിസിൻ, അപ്പൊ നമ്മൾ മെഡിസിനില് ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ മെഡിസിൻ ദേ ആർ യൂസ്ഡ് ഇൻ ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ഇൻ ട്രീറ്റ്മെന്റ് അല്ലെ. നമ്മൾ മെഡിസിനുകളില്, മെഡിസിൻ ഫീൽഡില് ഈ റേഡിയോ ഐസോട്ടോപ്പുകള് നമ്മൾ എന്തിനു വേണ്ടിയിട്ട്? ഇമേജിംഗ് സ്കാനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെന്താണ്? കീമോതെറാപ്പി, റേഡിയേഷൻ ഒക്കെ ചെയ്യുന്നതിനുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മ ഇമേജിംഗ് ടെസ്റ്റ് നടക്കുക, സ്കാനിങ് സെക്ഷനില് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് കയറുമ്പോ ചോദിക്കാറുണ്ട് അല്ലെ, പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇല്ലേ? ഉണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? അതിൽ നിന്ന് എന്താണ് പുറപ്പെടുവിക്കുന്നത്? നമ്മൾ ആ ഒരു സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെഷീൻസിൽ നിന്നും റേഡിയേഷൻ ആണ് പുറപ്പെടുവിക്കുന്നത് അല്ലെ. അപ്പൊ അത് നമ്മുടെ എന്താണ്, പ്രഗ്നന്റ് ലേഡീസൊക്കെ ആണ് കയറുന്നതെങ്കിൽ നമ്മുടെ ഗർഭസ്ഥ ശിശുവിന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ലെ. ആണോ? ആണ് അല്ലെ. അപ്പൊ ഈ ഒരു മെഡിസിൻ ഫീൽഡില്, നമ്മുടെ ആരോഗ്യ മേഖലകളിൽ എന്താണ് ഈ റേഡിയോ ഐസോട്ടോപ്പുകള് നമ്മൾ ഇമേജിംഗ് ടെസ്റ്റുകൾക്കും പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്, കീമോതെറാപ്പി, റേഡിയേഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഓൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഷുഡ് ബി സ്റ്റോർ ഇൻ സെക്യൂർ ഏരിയ വേർ ദേ ആർ നോട്ട് ഇൻ യൂസ് കേട്ടോ. എന്താണ്, നമ്മൾ ഈ ഒരു റേഡിയോ ഐസോട്ടോപ്പുകള് എങ്ങനെ സൂക്ഷിക്കണം? സെപ്പറേറ്റ് ഏരിയ അല്ലെ, സെക്യൂർഡ് ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ഒരു ഏരിയയിൽ സൂക്ഷിക്കുക. വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ്ഡ്, നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ, ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? നമ്മളിപ്പോ കീമോതെറാപ്പി ചെയ്യാണ് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കണം അല്ലെ. ആ ഒരു റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിച്ചിട്ടല്ലേ ആ ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. അത് ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസിൽ സൂക്ഷിക്കുക. ഇഫ് ദേ ആർ സ്റ്റോർഡ് ഇൻ ലബോറട്ടറി, ദ ലാബ് മസ്റ്റ് ബി ലോക്ക്ഡ് വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ്. നമ്മൾ അതൊരു ഈ ഒരു റേഡിയോ ഐസോട്ടോപ്പ് നമ്മൾ ലബോറട്ടറിയിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? നമ്മ ആ ഒരു റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിക്കാത്ത സിറ്റുവേഷനിൽ ആ ലാബ് പൂട്ടി വെക്കുക അല്ലെ, ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. If the isotope is stored in refrigerator or freezer in a lab or hallway, the refrigerator or freezer must be locked. നമ്മ ഈ റേഡിയോ ഐസോട്ടോപ്പ് നമ്മൾ ഫ്രീസറില് അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ എന്താണ്, നമ്മൾ അത് ഉപയോഗിക്കാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? ആ ഒരു ഫ്രീസർ നമ്മൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ ആണോ? എന്ന് വെച്ചാല് എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയോ ഐസോട്ടോപ്പുകള് എന്താണ്, നമ്മുടെ നോർമൽ ആളുകൾക്ക് അല്ലെ, പേഷ്യൻസിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേഷൻ അടിക്കുന്നുണ്ട് അല്ലെ. അത് ആളുകൾക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകുന്നു. അപ്പൊ അതുകൊണ്ട് ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? മെഡിസിനില് നമ്മ ടെസ്റ്റിങ്ങൾ നടത്തുന്നതിന്, സ്കാനിങ് സെക്ഷന് വേണ്ടിയിട്ടും, ഇമേജിംഗ് ടെസ്റ്റ് അല്ലെ, സ്കാനിങ്ങിന് വേണ്ടിയിട്ടും, എന്താണ് കീമോതെറാപ്പി, റേഡിയേഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഒരു റേഡിയോ ഐസോട്ടോപ്പുകള് ഉപയോഗിക്കാത്ത സിറ്റുവേഷനിലാണെങ്കിൽ അതെന്ത് ചെയ്യുക? അത് സൂക്ഷിക്കുന്ന ഏരിയാസ്, ഇപ്പൊ റെഫ്രിജറേറ്റർ ആണെങ്കിൽ ആ റെഫ്രിജറേറ്റർ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. അതല്ലെങ്കിൽ ലാബിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ആ ലാബ് ഉപയോഗിക്കാത്ത സന്ദർഭത്തിൽ ആ ഒരു റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിക്കാത്ത സിറ്റുവേഷനിൽ ആ ഒരു ലാബ് കൂട്ടി സൂക്ഷിക്കുക, ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ്, എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ, ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഒരു മിനിറ്റ് മിസ് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ മിസ് പറഞ്ഞില്ലേ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. അപ്പൊ എന്താണ്, നമ്മുടെ ഫാർമസി കൊണ്ട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങള്. അപ്പൊ അത് ചോദിക്കാം. പിന്നെ ഫാർമസിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് കോർഡിനേഷൻ ചോദിക്കാം. ഒബ്ജക്റ്റീവ്സ് ചോദിക്കാം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ,
അതില് നമ്മുടെ ഫാർമസി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കാം. പിന്നെ റേഡിയോ ഐസോട്ടോപ്പ് ഇല്ലേ, അത് ചോദിക്കാം കേട്ടോ. They should be installed in secure area എന്നാണ് കേട്ടോ. അങ്ങനെ തന്നെയാണോ കിടക്കുന്നത് റേഡിയോ ഐസോട്ടോപ്പില്? All radioactive isotopes should be stored in a secure area. അങ്ങനെ തന്നെയാണോ കിടക്കുന്നത് അതോ ആണെന്നാണോ കിടക്കുന്നത്? ഏരിയ എന്നാണോ? അപ്പൊ അത് ക്വസ്റ്റ്യൻ വരാട്ടാ. ഏതാണ്? They should be stored in secure area when they are not in use. അത് ചോദിക്കാട്ടോ. പിന്നെ എക്യുപ്മെന്റ്സ് അല്ലെ, എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉൾപ്പെടുന്നത്? പ്രിസ്ക്രിപ്ഷൻ കേസ് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഈ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഡോക്ടർ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എവിടെയാണ് വെക്കുന്നത്? ഒരു ട്രേ പോലുള്ള ഇതിലല്ലേ കൊണ്ടുവന്നിടുന്നത് സിസ്റ്റർമാര് അല്ലെ? ആണോ? പ്രിസ്ക്രിപ്ഷൻ കേസ് അപ്പൊ ട്രേ പോലുള്ള അതിൽ കൊണ്ടുവന്നിടും അല്ലെ. അപ്പൊ പ്രിസ്ക്രിപ്ഷൻ കേസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? പിന്നെ എന്തൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഫാർമസിയില്? എന്തൊക്കെ കണ്ടിട്ടുണ്ട്? എന്തൊക്കെ കണ്ടിട്ടുണ്ട് ഫാർമസിയിലാ? കബോർഡുകൾ കണ്ടിട്ടില്ലേ? ഷെൽഫുകൾ കണ്ടിട്ടില്ലേ? പിന്നെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? റെഫ്രിജറേറ്റർ ഇല്ലേ? നമ്മുടെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട് അല്ലെ. പിന്നെ എന്താണ്? ഷെൽഫുകൾ ഉണ്ട് അല്ലെ, നമുക്ക് പൂട്ടിയൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ലോക്കഡ് ഡ്രോയേഴ്സ് ഉണ്ട് അല്ലെ. അല്ലേ ഉണ്ട്. ഓക്കെ, എക്യുപ്മെന്റ്സ് മിസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്ന് എടുത്തത് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ്